ഹരേ കൃഷ്ണ. സർവം ശ്രീ രാധാകൃഷ്ണാർപ്പണമസ്തു. അധ്യായം 2 ഗീതാവിഷയ സംഗ്രഹം. ശ്ലോകം 32. യദൃച്ഛയാ ചോപപന്നം സ്വർഗദ്വാരമപാവൃതം സുഖിനാ ക്ഷത്രിയാ പാർത്ഥാ ലഭന്തെ യുദ്ധമീദൃശം. വിവർത്തനം. പാർത്ഥ, യാദൃച്ഛികമായി ഇതുപോലെയൊരു യുദ്ധത്തിന് അവസരം ലഭിക്കുന്ന ക്ഷത്രിയന്മാർ സന്തുഷ്ടരാണ്. എന്തെന്നാൽ സ്വർഗ കവാടം അവർക്കു വേണ്ടി തുറക്കപ്പെട്ടിരിക്കുകയാണ്. ഭാവാർത്ഥം. പൊരുതുന്നതുകൊണ്ട് ഒരു നന്മയും ഞാൻ കാണുന്നില്ല, അത് എന്നെന്നും നരക ജീവിതത്തിന് വഴിയൊരുക്കും എന്നു പറഞ്ഞ അർജുനന്റെ നിലപാടിനെ ലോകോത്തമ ഗുരുവെന്ന നിലയിൽ തള്ളിക്കളയുകയാണ് കൃഷ്ണൻ ചെയ്യുന്നത്. അറിവില്ലായ്മ കൊണ്ടാണ് അർജുനൻ ഇത്തരം പ്രസ്താവനകൾ ചെയ്യുന്നത്. തന്റെ കൃത്യനിർവഹണത്തിൽ ഹിംസയ്ക്ക് ഇടമില്ലാതെ ഇരിക്കണമെന്ന് അദ്ദേഹം ആശിക്കുന്നു. ഒരു ക്ഷത്രിയൻ യുദ്ധരംഗത്ത് അഹിംസാ തൽപരനായി നിൽക്കുക എന്നത് വിഡ്ഢികളുടെ തത്വശാസ്ത്രമാണ്. വ്യാസപിതാവായ പരാശര മഹർഷി പരാശര സ്മൃതി എന്ന തന്റെ നീതി സംഹിതയിൽ ഇപ്രകാരം പറയുന്നു: ക്ഷത്രിയോ ഹി പ്രജാരക്ഷൻ ശസ്ത്രപാണി പ്രദണ്ഡയൻ നിർജിത്യ പരസൈന്യാദി ക്ഷിതം ധർമ്മേണ പാലയേത്. ക്ഷത്രിയന്റെ ധർമ്മം പ്രജകളെ ക്ലേശങ്ങളിൽ നിന്ന് രക്ഷിക്കലാണ്. അതിനുവേണ്ടി നിയമാനുസൃതമായി അയാൾക്ക് ഹിംസയുടെ മാർഗം അവലംബിക്കാം. അങ്ങനെ ശത്രുക്കളുടെ സൈന്യബലത്തെ ജയിച്ചിട്ട് മതപ്രമാണങ്ങളെ മുൻനിർത്തി ലോകം ഭരിക്കണം. ഏതുവിധം ആലോചിച്ചാലും അർജുനൻ പോരിൽ നിന്ന് ഒഴിഞ്ഞു മാറുന്നത് ന്യായീകരിക്കാൻ വയ്യ. ശത്രുക്കളെ ജയിച്ചാൽ അദ്ദേഹത്തിന് രാജാവായി കഴിയാം. യുദ്ധത്തിൽ മരിച്ചാലാകട്ടെ തനിക്കായി തുറക്കപ്പെട്ട സ്വർഗ കവാടങ്ങളിലൂടെ ഉപരിലോകങ്ങൾ പോകാം. രണ്ടു വിധമായാലും ഈ യുദ്ധം അദ്ദേഹത്തിന്റെ നന്മയ്ക്കു തന്നെ. ശ്ലോകം 33. അധ ചേത്വമിമം ധർമ്മ്യം സംഗ്രാമം ന കരിഷ്യസി തദ സ്വധർമ്മം കീർത്തിം ച ഹിത്വാ പാപമവാപ്സ്യസി. വിവർത്തനം. അല്ല, ധാർമ്മികമായ ഈ സമരം നീ ചെയ്യുന്നില്ലെങ്കിലോ സ്വന്തം കടമ നിറവേറ്റാതിരുന്നതുകൊണ്ട് നീ തീർച്ചയായും പാപം കയ്യേൽക്കും. യുദ്ധവീരനെന്ന നിന്റെ യശസ് നഷ്ടപ്പെടുകയും ചെയ്യും. ഭാവാർത്ഥം. അർജുനൻ ഒരു പ്രശസ്ത യോദ്ധാവാണ്. അദ്ദേഹം അനേകം ദേവന്മാരെ, പരമശിവനെ പോലും യുദ്ധത്തിൽ തോൽപ്പിച്ച് കീർത്തി നേടിയിട്ടുണ്ട്. കാട്ടാളവേഷധാരിയായ പരമശിവനെ പൊരുതി തോൽപ്പിച്ച ശേഷം പ്രസാദിപ്പിച്ച് അദ്ദേഹത്തിൽ നിന്നും പാശുപതാസ്ത്രം സ്വീകരിക്കുകയുണ്ടായി. അദ്ദേഹം ഒരു മഹായോദ്ധാവാണെന്ന് എല്ലാവർക്കും അറിയാം. ദ്രോണാചാര്യനും ആശീർവദിച്ച് ഗുരുവിനെ പോലും ഹിംസിക്കാൻ കഴിവുള്ള ഒരു സവിശേഷ ആയുധം അർജുനന് സമ്മാനിച്ചിരുന്നു. പിതാവായ ദേവേന്ദ്രൻ ഉൾപ്പെടെ അസംഖ്യം പ്രാമാണികരിൽ നിന്ന് വിജയോപഹാരങ്ങൾ അദ്ദേഹം നേടിയിട്ടുണ്ട്. എങ്കിലും ഈ യുദ്ധത്തിൽ നിന്നൊഴിഞ്ഞു മാറിയാൽ ക്ഷത്രിയനെന്ന നിലയിൽ തനിക്കുള്ള കടമ നിറവേറ്റിയില്ലെന്ന് വരും. അതിനു പുറമെ ഇതേവരെ നേടിയ സൽകീർത്തിയും നഷ്ടപ്പെടും. തനിക്ക് നരകത്തിലേക്ക് വഴിയൊരുക്കലാവും അത്. മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ യുദ്ധം ചെയ്യുന്നത് കൊണ്ടല്ല, അതിൽ നിന്ന് വിട്ടുനിൽക്കൽ കൊണ്ടാണ് അദ്ദേഹത്തിന് നരകം പോകേണ്ടി വരുന്നത്. ശ്ലോകം 34. അകീർത്തിം ചാപി ഭൂതാനി കഥയിഷ്യന്തി തേ വ്യയാം സംഭാവിതസ്യ ചാകീർത്തി മരണാദതിരിച്യതേ. വിവർത്തനം. ജനങ്ങളെല്ലാം നിന്നെ പഴിക്കും. ഒരു മാന്യ വ്യക്തിക്ക് മരണത്തെക്കാൾ ദുസ്സഹമാണ് അപമാനം. ഭാവാർത്ഥം. സുഹൃത്തിന്റെയും തത്വചിന്തകന്റെയും നിലയിൽ കൃഷ്ണ ഭഗവാൻ യുദ്ധം ചെയ്യില്ലെന്ന അർജുനന്റെ നിശ്ചയത്തെപ്പറ്റി അവസാന വിധി അരുളുകയാണ്. അർജുന, പോരിനു മുൻപ് തന്നെ ഈ രണാങ്കണം വിട്ടുപോയാൽ നീ ഭീരുവെന്ന് വിളിക്കപ്പെടും. രണാങ്കണത്തിൽ നിന്ന് ഓടിപ്പോയി ജീവൻ രക്ഷിക്കുകയാണെന്ന് വിചാരിക്കുക, നിനക്ക് ദുഷ്പേരുണ്ടാകും.
ഇതിലും ഭേദം യുദ്ധത്തിൽ മരിക്കുകയാണ്. ഇതാണ് എന്റെ ഉപദേശം. നിന്നെപ്പോലെ മാന്യനായ ഒരു വ്യക്തിക്ക് മരണത്തെക്കാൾ കഷ്ടമാണ് ദുഷ്കീർത്തി. മരണത്തെ ഭയന്ന് ഇവിടം വിട്ടോടരുത്. മരണമാണ് അതിലും ഭേദം. എന്റെ സൗഹാർദ്ദം ദുരുപയോഗപ്പെടുത്തിയെന്നും സമൂഹത്തിൽ നിനക്കുള്ള മാന്യത നഷ്ടപ്പെടുത്തിയെന്നുമുള്ള ദുഷ്പേരിൽ നിന്ന് അത് നിന്നെ രക്ഷിക്കും. അർജുനൻ യുദ്ധത്തിൽ നിന്ന് പിന്മാറിപ്പോകുന്നതിനേക്കാൾ ഭേദം മരിക്കുന്നതാണ് നല്ലത് എന്നതാണ് ഭഗവാന്റെ അന്തിമ തീരുമാനം. ഹരേ കൃഷ്ണ. സർവം ശ്രീ രാധാകൃഷ്ണാർപ്പണമസ്തു.